ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ആണത്തൊരു വീഡിയോ. സോ ഗൈസ്, ഇന്ന് പബ്ലിക്കിൽ പോയിട്ട് റാൻഡമായി കാണുന്ന ഒരാളിന്ന് അവരെ കസിൻസിനെ ഫ്രണ്ട്സ് ആരും വിളിച്ച് കോൾ പ്രാങ്ക് കൊടുക്കാൻ വന്നത്, പ്രപ്പോസിംഗ് പ്രാങ്ക്. സോ ഗൈസ്, ഇന്ന് ഒരാളെ, അതായത് ഞാനിന്ന് ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. ഒന്നല്ല രണ്ട് മാളെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും. എത്രത്തോളം പോകുന്നത് എനിക്കറിയത്തില്ല. എനിക്കറിയാത്ത അഥവാ പേരറിയാത്ത ഒരു കുട്ടിയായിരിക്കും അമ്മ ഇന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അഥവാ ചിലപ്പോൾ എന്നായിരിക്കും, ഞാൻ ഇതൊരു കാണാത്ത പേര് പോലും അറിയാത്ത ഒരു കുട്ടിയായിരിക്കും അമ്മ ഇന്ന് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. സംഭവിച്ചാൽ നേരിട്ട് കാണാത്ത പോലും ഉണ്ടായില്ല. ഫോൺ കോളായിരിക്കും. ഫോൺ കോളിൽ മറ്റവരോട് വിളിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് കണ്ടിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. സീൻ എങ്ങനെ കണ്ടിരുന്നു, എനിക്ക് പ്രപ്പോസ് ആക്കാൻ പറ്റുമോ അഥവാ എനിക്ക് അറിയുമോ അറിയത്തില്ല. വെട്ട് കിട്ടോ തെരുവിളി കേൾക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. പോടാ പൊട്ടാന്ന് പറയുമെന്ന് അറിയത്തില്ല. നേരെ വീട്ടിൽ കിടക്കാം. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീട്ടിൽ കിടക്കാം. മായ, അബിത, നിങ്ങളെ ഫ്രണ്ട്സിൽ ലവ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം. വിളിച്ചിട്ട് പറയാം അപ്പൊ എന്റെ പേര് തോന്നും വിഷ്ണു എന്തുവാണേക്കും അത്രല്ല പൊട്ടത്തികൾക്ക് വിളിച്ച് പറയാം നിന്റെ കസിനാന്ന്, സ്ഥലം പയ്യന്നൂർ പറഞ്ഞു. ഓക്കെ, കുറേ മറ്റേ വിളിക്കുന്ന പെണ്ണ് വരുന്നത് അഖില. അപ്പോൾ എപ്പോൾ ഞാൻ പറഞ്ഞോളാം, നീ വീട്ടിൽ വന്നിട്ട് നിന്റെ കാര്യം മാത്രമേ പറയുള്ളൂ. ഓക്കെ, ആ രീതിയിൽ സംസാരിച്ചോളാം. ഓക്കെ, വിളിച്ചാ സകേഷ്. അങ്ങനെ ഇന്നൊരു കുട്ടിയെ സെറ്റാക്കി എടുക്കാൻ പോവാന്ന്. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഏടല്ലേ? ഇതിനൊരാൾ ചോദിച്ചോണ്ടിരിക്കുന്നത് ആദ്യമല്ല നിന്നെ ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കൊടുക്കാം അവന് ഫോണ്. ഹായ് ആതിര. അഖില. ഞാൻ മായൻ്റെ കസിനാണ്. സ്ഥലം പയ്യന്നൂരാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. വരുന്ന ടൈമൊക്കെ ഇടയ്ക്കൊക്കെ ഇവള് വീട്ടിൽ വരാറുണ്ട്. വരുന്ന ടൈമൊക്കെ ഇവള് നിന്നെ കുറിച്ച് പറയും. നിന്റെ ഓരോ കാര്യം പറഞ്ഞ് എനിക്കൊന്നൊരു ക്രഷ് അടിച്ച്. സത്യം പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാൻ അറിയത്തില്ല. ലൈഫിൽ ആദ്യം ഇത്രയും വേസ്റ്റ് പ്രപ്പോസൽ എനിക്ക് കിട്ടുന്നേ എന്ന് എനിക്കറിയാം. എന്നാലും ഹലോ, ലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വീട്ടിലിറക്കുണ്ട്. എനിക്ക് തല്ല കിട്ടോ? അതെന്തിനി? ഹലോ, എൻ്റെ പേര് വിഷ്ണു. സുഖല്ലേ? ലവൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലേ? അതിപ്പോ എനിക്കെന്താ ലവൊന്നും ഇല്ല. പണിക്ക് പോകാൻ താല്പര്യമില്ല. ഇപ്പൊ നീ എന്നെ കെട്ടിക്കഴിഞ്ഞാല് വീട്ടിൽ നിന്റെ കൂടെ ഫുൾ ടൈം ഞാൻ ഉണ്ടാവും. സെറ്റല്ലേ? സെറ്റ്. അപ്പൊ എങ്ങനെ ഞാൻ ഇവിടെ നിന്റെ നമ്പർ വാങ്ങും കേട്ടോ. വാട്സാപ്പിൽ ഹായ് അയച്ച റിപ്ലൈ വരുമോ? അതെന്തേ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. എന്താന്ന് ഇത്ര പെട്ടെന്ന് റിജക്റ്റ് ചെയ്യാൻ പാടുണ്ടോ? അതന്നെ. അവൻ നമ്പർ വാങ്ങുന്നു. അതെന്ത്? അതെന്താ അഖില അങ്ങനെ പറയുന്നത്? അഖില ഞാൻ വിചാരിച്ച കണക്കല്ല, ഫുൾ ടെററാണ്. അഖില ഫുഡ് കഴിച്ചാ? പോയി കഴിക്ക്. വിശന്നിരിക്കാവോ? പോയി കഴിക്ക്. ബേബി അങ്ങനെ വിശന്നിരിക്കാൻ പാടില്ല. അഖില, എന്താ അഖില ഇങ്ങനൊന്നും പ്രതികരിക്കാത്തത്? ഇത്രയും കഷ്ടപ്പെടും ഒരാള് വെയിലത്ത് നിന്നിട്ട് സംസാരിക്കുമ്പോ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഏന്നാ അഖില? എവിടെയുള്ളത്? ഹോസ്പിറ്റൽ. എന്ത് പറ്റി? എന്ത്? ചേച്ചിക്ക് എന്ത് പറ്റി? ചേച്ചിക്കല്ല, സാരല്ല, പോട്ട്. നിനക്കല്ലല്ലോ. പക്ഷേ ഞാൻ പേടിച്ചോയി. നിനക്കതിന് പട്ടിണി ഇറങ്ങിട്ടിന്, ഫുഡ് ഇറങ്ങിട്ടില്ല എനിക്ക്. അപ്പൊ അഖില ഒരു വിധത്തിലും എനിക്ക് വിട്ടില്ലാന്ന് അല്ലേ? അപ്പൊ അഖില, ഇതൊരു പ്രാങ്ക് ആയിരുന്നു. പറ്റിച്ചേ അറിഞ്ഞായിരുന്നാ? ഇപ്പൊ പൊട്ടത്തി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മുണ്ടിയത്. ഓക്കെ, താങ്ക് യു. You need money? Ask. പൈസ വേണം ചോദിച്ചാണോ? പൈസ വേണം? പൈസ വേണോ? യെസ്.
വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് got 200 rupees. ഹാപ്പി അല്ലേ? എൻജോയ് തരാം. സോ ഗൈസ് ലൈഫിൽ അതിന് ഇങ്ങനെ ഒരു പ്രപ്പോസിങ് വേസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അങ്ങോട്ട് പറ്റും തോന്നുന്നില്ല. അടുത്ത ഒരാൾ നോക്കാം. വാ ആക്ക് നിങ്ങൾ ആരും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ചങ്ങനെ വിളിക്കാം. ലോകത്ത് ചങ്ങനെ വിളിക്കാം. വിളിച്ചാൽ കറി ഞാൻ പ്രപ്പോസ് ആക്കട്ടെ. ഓൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരണം. മനസ്സിലായോ? ഇവിടെ അപ്പുറം നിൽക്കണ വിളിക്കാന്ന് ഒരു പെണ്ണിനെ വിളിച്ചുതരാം. പെണ്ണിൽ ഊണ്ണാൻ പാടില്ല. നിങ്ങൾ പ്രപ്പോസ് ആക്കണം. പ്രപ്പോസ് ആക്കുന്ന ഐഡിയസ് നിങ്ങൾ പറഞ്ഞു തരണം. മനസ്സിലായല്ലേ? അവിടെ ഞാൻ ഫ്ലോപ്പായി. അങ്ങ് അറിയുന്നില്ല. പ്രപ്പോസ് ആക്കാൻ അറിയുന്നില്ല. ശരിയില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരണം. അത് എങ്ങനെ പ്രപ്പോസ് ആയിക്കോളാം. ഓൾ എങ്ങനെ പോവും എല്ലാം പറഞ്ഞു തരണം. ഓക്കെ? വിളിക്കുന്ന കസിൻ ഞാൻ. ഓക്കെ? എൻ്റെ പേര് വിളിക്കത്ര ഫസ്റ്റ് പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ഞാൻ എന്ത് പറയണ്ടേന്ന്. സ്ഥലം ഉപ്പളന്ന് ആര് വിളിക്കുന്നത്? നീ വിളിക്കുന്നത്? എന്റെ പേരെന്ത്? ആമിന കസിൻ ഞാൻ. ഓക്കെ നീ പരക്കുന്നിട്ട് മറ്റുള്ള പേരെന്ത്? തന്നു. അപ്പൊ തന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാന്ന്. ക്ലാസ്സിൽ പോയാ നീ പൊറുക്കേ? ഒരു മിനിറ്റ്. ചോദിക്കുന്നുണ്ട്. നിന്നെ കൊറേ ചോദിക്കുന്നേ ഒരുത്തൻ. നമുക്ക് ഫോൺ ഇട്ടേക്ക്. ഇന്നോ ഞാനില്ലേ എന്റെ കസിന്റെ ഫോൺ എടുക്കുന്ന നിന്നെ ഓന് കൊറേ ആയി കേക്കുന്ന. നീ മുണ്ടോ? ഞാൻ കൊടുക്കുന്ന. നീ മുണ്ടി നോക്ക്. അല്ല എന്റെ കസിന്. നീ ജസ്റ്റ് മുണ്ടിയെങ്കായി. നിന്നെ കൊറേ ആയി നോക്കുന്ന. അമ്മ നിന്നെ ഭയങ്കര ഇഷ്ടമല്ലോ. നീ ജസ്റ്റ് അല്ല സീരിയസ്ലി നീ മുണ്ടി നോക്ക്. ജസ്റ്റ് മുണ്ടി നോക്ക്. ഓക്കെ ഞാൻ കൊടുക്കുന്നേ. ഞാന് ഇടല്ല കാസർഗോഡല്ല. ഞാൻ കൊടുക്കുന്നേ. നീ മുണ്ട്. ജസ്റ്റ് മുണ്ടിങ് മതി. ഇല്ല നീ ജസ്റ്റ് മുണ്ട്. ജസ്റ്റ് ടോപ്പിക് ഞാൻ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഷാനു എല്ലാവരും ഉണ്ട്. ഇല്ല ഞാൻ കൊടുത്ത്. ഹായ് ഹലോ സുഖല്ലേ? എന്ത് ചെയ്യുന്നു? ഇരുന്നിട്ടുണ്ടോ? ഫുഡെല്ലാം കഴിച്ചാ? പെരക്കുള്ളതാ? പെരക്ക് അകത്തുള്ളതാ? എന്റെ പേര് ആഷിക്ക്. ഓളെ കസിനാന്ന്. ഓളപ്പം നിന്റെ കാര്യം എടുക്കൊക്കെ പറയും. അങ്ങനെ നിന്നെ കണ്ടിട്ടാണ് ആ സൈഡ് വന്നിട്ട്. നീ ക്ലാസ്സിനാവുമ്പല്ലോ നിന്നെ കാണാൻ പറ്റണ്ട. എന്തല്ല ബെർക്ക് നിന്റെ മുണ്ടായിരുന്നില്ല. അനക്ക് എന്താ നിന്റെ മുണ്ട് ബെർക്കുന്നു. ഇങ്ങനെ സംസാരിക്കാൻ വന്ന സാധനം മൊത്തം മറന്നു തോന്ന്. എന്തെല്ലാന്ന് അമ്മോന്ന് എന്തല്ല നിന്നോട് മുണ്ടുമ്പോ ഇങ്ങനെ എന്തെല്ലാന്ന്. ഞാൻ ഓളെ നിന്റെ വാട്സപ്പ് നമ്പർ വാങ്ങട്ടാ? മെസ്സേജ് അയക്കാൻ വേണ്ടി എനിക്കിങ്ങനെ സ്റ്റാർട്ടപ്പ് കിട്ടുന്നില്ല. ഇടയ്ക്ക് മെസ്സേജ് ഫുൾ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ സെറ്റ് ആവല്ല. അത് എങ്ങനെ പറഞ്ഞാല് ഒന്നുമില്ല. എനിക്ക് എന്താ ലഘുവില്ല. എനിക്ക് പണിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ കുറെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നും വരില്ല. ഇപ്പൊന്നും വേണ്ട. എനിക്ക് നിക്ക് ടൈമാ മതി. നീ പഠിച്ചിട്ടില്ല കഴിഞ്ഞിട്ട് മല്ലേ മതി. തിരക്കൊന്നുമില്ല. നിന്റെ ടൈം അല്ല നീ പറഞ്ഞ പോലെ. ഇപ്പം വേണ്ടാന്ന്. നിന്റെ പെരക്ക് പറയണോ? നിന്റെ പെരക്ക് സംസാരിക്കണോ? അതെന്തേ? അപ്പൊ എന്തൊക്കെ പെരക്കൊന്നും പറയണ്ട. നമുക്ക് പേഴ്സണലി പ്രൈവറ്റ് ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആക്കാം രാത്രി. ആർക്ക്? ഓള് പറഞ്ഞ മുണ്ടി കിടന്ന് എന്നോട് അടുത്തുണ്ടെ. നീ ചൂടാന്ന്. എത്ര കഷ്ടപ്പെട്ട് പ്രപ്പോസ് ആക്കുന്നറിയോ? അതൊക്കെ ശീലാത്ത പരിപാടിയാന്ന്. നീ ചൂടാന്തിനി ഹേർട്ടായിട്ടോ?
കൊടുക്കാവോ? നീ ചൂടാന്തിന് ചൂടാണ്ടോ? അനക്ക് നല്ല ബേജാറായിട്ടാ. ഇന്നോ നീ ഇമോഷണലായി. എന്റെ കസിനറാ കള്ളന്മാരെന്തല്ല സീരിയസ്ലി എന്റെ കസിന്. ഓന് കൊറേ നിന്നെ ചോദിക്കുന്നേ, ഞന്റെ സ്റ്റോറിയെല്ലാം കണ്ടിട്ട് നിന്നെ കേക്കുന്നവന്. ഓനെന്റെ വന്നിട്ടുണ്ട്. ഓനെന്നെ പിക്കാക്കാൻ വന്നേ കോളേജ് കഴിഞ്ഞിട്ട്. ആ സ്റ്റോറിയിലെല്ലാം കണ്ടിന്. സീരിയസ്ലി ആയോ ഒരുത്തെങ്ങനെ കെഞ്ചുമ്പോ ഇങ്ങനെ പറയണോ? നിന്റെ മനസ്സെന്താണ്? അത്ര കഷ്ടപ്പെട്ട് കെഞ്ചി ഓളം കെഞ്ചിച്ച് നീ ഇങ്ങനെ പറഞ്ഞല്ലേ? ഫീലായി മോളെ, ഫീലായി. ഇൻട്രസ്റ്റ് ഇല്ല? എന്റെ പേരെന്ന് പറഞ്ഞേ? നിന്റെ പേരെന്ന് പറഞ്ഞേ? പേര് പറയല്ലോ. ഇനാസ, മിസ്സിസ് ഇനാസ. ഇതൊരു ജസ്റ്റ് പ്രാങ്ക് ആയിരുന്നു, പറ്റിച്ചേ. എന്തുവാണിത്? അവൾക്കെന്നെ ഭാഷക്ക് മനസ്സിലായല്ലോ. അവൾക്ക് കളവിടുന്നല്ലേ? നീ കളവിടുന്നല്ലേ? ഒരു മിനിറ്റ്, അന്ന് എന്റെ പേര് പറഞ്ഞ, എന്റെ പേര് പറഞ്ഞ ആണോ? പൊട്ടത് ഞാൻ ശരിക്കും റിയന്റെ കസിനാന്ന്. അക്കും നിന്റെ ആയോണ്ട് ഫീൽ ആയിട്ട് പറഞ്ഞു. ഞാൻ കാഞ്ഞങ്ങാട് സ്ഥലോ, മനസ്സിലായോ? അക്ക് നല്ല ഫീലായി. നീ ഞാൻ റിജക്റ്റ് ആക്കില്ല, അക്ക് ഫീലായി. അങ്ങനെ ഒരു പ്രാങ്ക് എന്ന് ശരിക്കും ഞാൻ പ്രപ്പോസ് ആക്കിയതാന്ന്. സ്ഥലം കാഞ്ഞങ്ങാട്. ആ സ്ഥലം കാഞ്ഞങ്ങാട്. ആഷിക്ക്. ആ പിന്നെ നീ പിന്നെ ചിത്താരി കൊട്ടലങ്ങാടെന്ന് പറയും, അറിയോ? ഇല്ലല്ലേ? ആ അതുകൊണ്ടാണ് ഞാൻ നീ റിജക്റ്റ് ആക്കി. പിന്നെ ബേജാറിന്റെ പ്രാങ്ക് പറഞ്ഞത്. മോശമില്ല ഇവിടുന്ന്. അക്ക നല്ല ഫീൽ ആയിട്ടാ. നീ ഒന്നും ആക്കണ്ട, ഇത് ജസ്റ്റ് പ്രാങ്ക് ആയിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ എടുത്ത് പേര് അപ്തർ എന്നാണ്. അപ്തർ വ്ലോഗ്സ് യൂട്യൂബ് ചാനൽ പേര്. ഹാപ്പി അല്ലേ? ഇത് മുട്ടിരുന്നില്ല. അപ്പൊ ഒരു ഫുഡ് കിടന്നു പോളെ. അപ്പൊ 200 rupees. ഹാപ്പി അല്ലേ? ആ വിളിക്കണം. വിളിച്ചെന്തോരണ്ട്? നിങ്ങൾ കുറച്ച് പറയും, ബാക്കി ഞാൻ സംസാരിക്കാം. ഇന്നലെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ കണ്ടത്. ഏതാ സ്റ്റോപ്പ്? രാവണീശ്വരം വിളിക്കുമ്പോ കണ്ടേ, അങ്ങനെ പറയാം. അപ്പൊ ലൈക്കായി. അത് പൊട്ടത്തി അപ്പൊ ഇന്ന് ഒരാളെ സെറ്റ് ആയിട്ട് പോകുന്നുള്ളൂ. പേരെന്ത്? നിങ്ങളെ ഫോണിന്നാ വിളിക്കണ്ടേ? ആ അവളെ ഫോൺ വിളിച്ച് നിന്റെ ചങ്ങായി. ഓക്കെ അല്ല കസിനാ നീ പറഞ്ഞായി. ഓക്കെ ചങ്ങായി കൊട്ടലങ്ങാട് ചങ്ങായി. ഇല്ല വിശ്വസിക്കൂല. നിങ്ങളെ ഫോൺ വിളിക്കും. അങ്ങനെ വിളിച്ച ചിലപ്പോ എന്റെ ഫോൺ പൊട്ടത്തി ഓളെ നമ്പർ എക്സ്ചേഞ്ച് ആക്കുന്നേ. നമുക്ക് ഇതിൽ വിളിച്ച് ചോദിക്കാം നമ്പർ തരുമോന്ന്. എന്നാ വേറെ ആളെ വിളിക്കാം. അപ്പൊ ഇവളെ ഫ്രണ്ട് വിളിച്ചു ചോദിച്ചു. എന്റെ പേര് കൃഷ്ണപ്രിയ. കിട്ടുന്ന് പറഞ്ഞാൽ മതി. കിട്ടു. ഞാൻ കിട്ടുവിന്റെ ഫ്രണ്ടാന്ന്. വിട്ടുകൊടുത്തല്ലോ. ഹലോ. ആ പിന്നില്ലടാ, ഒരു സീരിയസ് ആയിട്ട് മാത്രം വിളിച്ചേ. ആ ഒരു ചങ്ങായിക്ക് എന്തോ പറയാണ്ടല്ലോ എന്നോട്. ആ കൊടുക്കാം എനിക്ക്. ഹായ് ഐഷു. ഹലോ, സുഖല്ലേ? ഹലോ, എവിടെയുള്ളേ? എനിക്ക് നിന്നോടൊരു സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം നിന്നെ കണ്ടിന് രാവണ സ്കൂളിൻ്റെ അടുത്ത്. അപ്പം നിന്നെ കണ്ട് ലേക്കായി. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഫുഡ് കഴിച്ചാ?
ആ ഞാൻ നിന്റെ നമ്പർ വാങ്ങട്ടെ കിട്ടുന്നേന്ന്. ഹലോ കിട്ടുന്നതിന് നമ്പർ വാങ്ങട്ടോ. ഹലോ മനസ്സിലായിട്ടാ? അതന്നെ കിട്ടുന്നതിന് നമ്പർ വാങ്ങട്ടോ. നിന്റെ നമ്പർ ഞാൻ വാങ്ങട്ടാന്ന്. വാങ്ങിക്കോന്നാ വേണ്ടെന്നാ? ഹലോ താങ്ക് യു. വാട്സപ്പ് മെസ്സേജ് കേട്ടോ. ഓക്കെ അപ്പോൾ താങ്ക് യു. ഞാൻ വാട്സപ്പ് മെസ്സേജ് അയക്കാം. ബാക്കി വിളിച്ച് വാട്സപ്പ് പറയാം കേട്ടോ. ഓക്കെ ഇത്ര സിമ്പിളാ. വാട്സപ്പ് നമ്പർ വാങ്ങിക്കോ മെസ്സേജ് പറഞ്ഞു. സിമ്പിളല്ലോ. അപ്പോൾ ഈ ഗോ 200 rupees ഹാപ്പി അല്ലേ?